ദീപ്തി സീതത്തോട് നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിന് കുറേ പേര് വിമർശിച്ചിട്ടൊക്കെ ഉണ്ട്, കുറേ പേര് കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ആരൊക്കെ പറഞ്ഞത് അവർക്ക് വലിയ വിഷമമായിട്ടുണ്ട്, അവരെ പറ്റി വേറെ വീഡിയോ ഒക്കെ ചെയ്തത്. അങ്ങനെ അവരൊരു എക്സ്പ്ലനേഷനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ പറഞ്ഞവർ പറയുന്നത് അവർ ഇപ്പം ഒരു കാട്ടിലൊരു കുട്ടി ഗർഭിണിയായ ആ കാര്യമാണല്ലോ അവർ പറയുന്നത്. ആ കുട്ടിയെ കാട്ടിൻ്റെ ആളുകളെ നേരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നില്ല, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ല, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ ആളുകൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഈ കുട്ടിയുടെ കാര്യം അറിയിക്കാനുള്ളവരുടെ അടുത്ത് അവരറിയിച്ചിട്ടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് അവർക്ക് ഭയങ്കരമായിട്ടൊരു വിഷമം തട്ടിയിട്ടുണ്ട്. അപ്പം അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു കാട്ടിലെ ആളുകൾ അവർക്ക് തന്നെ അറിയാം പെട്ടെന്ന് അവരൊരു ചേഞ്ച് വരാൻ പോകുന്നില്ല. അവർ പതുക്കെ ഒരു ചേഞ്ച് വരത്തുള്ളൂ. എത്ര പറഞ്ഞാലും അവർക്ക് കാട്ടിലാണ്, അവർക്ക് അവരൊരു സ്റ്റൈലുണ്ടല്ലോ, അവരൊരു ജീവിത രീതി, ആ രീതിക്ക് അവർ പോകത്തുള്ളൂ. കുറച്ച് പേർക്കെങ്കിലും ചിലപ്പം കുറേ നാൾ കഴിയുമ്പോൾ ഒരു മാറ്റം വന്നേക്കാം. അതിനാണ് അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ വീഡിയോയിലൊക്കെ നമുക്ക് കാണാം. അവർ ഇവർക്കൊക്കെ ഉള്ള ഓരോ സാധനങ്ങളും വാങ്ങിച്ച് കൊണ്ട് കൊടുക്കുന്ന എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഒരു കാട്ടിൽ ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ടി സഹായം ചെയ്യുന്ന ഒരു ആളാണ്. അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ അവർ കൂടുതലും സഹായിക്കുന്നത് കൊച്ചുകുട്ടികളെയും പിന്നെ മുതിർന്ന ആളുകളെയാണ്. നമുക്ക് വീഡിയോയിൽ തന്നെ കണ്ടറിയാം, ഒരു കാട്ടിന് വേണ്ടി ഒരുപാട് ചെയ്യാറുണ്ട്. അവരെ വരുമാനത്തിൽ നിന്ന് യൂട്യൂബ് വരുമാനം, പിന്നെ ആരെങ്കിലുമൊക്കെ സഹായിക്കുന്നൊന്നും അറിയത്തില്ല. അങ്ങനെയാണ് അവർ ഈ കാട്ടിലെ ആളുകളെ സഹായിച്ചു. ഇപ്പോഴാണ് ഒരു കുട്ടിയുടെ ഗർഭിണിയായ കാര്യം അവർ പറയുന്നു. അവർ ആ സ്ഥലമോ ഒന്നും പറഞ്ഞിട്ടില്ല, കാടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, കാട്ടിലൊരു കുട്ടി. പക്ഷേ അവർ ഒരു കാര്യം പറയുന്നുണ്ട്, ആ വീഡിയോയിൽ ഇടയ്ക്ക് ആ കുട്ടി വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ഇടയ്ക്ക് വീഡിയോ എടുക്കുമല്ലോ, പക്ഷെ അതുപോലും പറയേണ്ടതായിരുന്നു എന്നാണ് തോന്നുന്നത്. അപ്പം ആ കാര്യം അവർ പറയുന്നുണ്ട്. പക്ഷേ ആ കുട്ടിയെ ഇവർക്ക് കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പം അതിൻ്റെ വേണ്ടപ്പെട്ട ആളുകളെ ഇവർ കണ്ടു, സംസാരിച്ചു. അപ്പം ആ കുട്ടി എന്തോ പേടിപ്പിച്ച് വച്ചേക്കാണ്, ഇവരെ കാണല്ലേ, ഇവരെ കണ്ട ആ കുട്ടിക്ക് നല്ലതല്ല, അവർ വല്ലതും ചെയ്യും, ആ രീതിക്ക് എന്തോ പറഞ്ഞു വച്ചേക്കുകയാണ്. അതുപോലെ കുറേ ആളുകൾ കമൻ്റ് ഇട്ടിട്ടുണ്ട്, ഇതൊക്കെ പറയേണ്ട ആളുകളടുത്ത് പറയുന്നത്. ആശാ വർക്കറുണ്ട്, അല്ലെങ്കിൽ അംഗൻവാടി, പിന്നെ PWC, പോലീസ്, അങ്ങനെയൊക്കെ ആളുകളെ അറിയിക്കണമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പം ഇവർ അതിൻ്റെ ഒരു അതോറിറ്റിയായിട്ട് സംസാരിച്ചപ്പം അവർക്കൊക്കെ ഈ കാര്യം 1 മാസം മുമ്പേ അറിയായിരുന്നു. അപ്പം ഇവർ പറഞ്ഞെങ്കിലും അതിൽ കാര്യമില്ല, അവർക്കൊക്കെ നേരത്തെ ഈ കാര്യങ്ങൾ അറിയായിരുന്നു. അങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ കാട്ടിൽ വലിയ പാടാണ്. അവർക്കൊരു വേ ഓഫ് സ്റ്റൈലും ഒരു രീതിയുണ്ട്, ആ രീതിക്ക് അവർ ജീവിച്ചു പോകുന്നു. എന്തായാലും ദീപ്തി സീതത്തോടിന് വലിയ വിഷമമായിരിക്കുകയാണ്. ചിലപ്പം അവരെ കാട്ടിലിനി ചെല്ലാൻ സമ്മതിക്കത്തില്ല, അല്ലെങ്കിൽ വീഡിയോ ഇടാൻ പറ്റില്ല, വേറൊരു ചാനൽ തുടങ്ങേണ്ടി വരും. അതുവരെ അവർ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, ആളുകളെ എനിക്ക് അങ്ങോട്ട് പോയി കാണാൻ പറ്റിയില്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വരും. അതുകൊണ്ട് എനിക്കതൊന്നും പ്രശ്നമല്ല, ചെയ്യുന്നവർ ചെയ്യട്ടെ, അവർ എനിക്ക് വേണ്ടിയുള്ള പണി തുടങ്ങിയിട്ടുണ്ടെന്നാണ് സീത ടീച്ചർ പറയുന്നത്. അപ്പോൾ അവർക്ക് എല്ലാ കാര്യവും അറിയാം, ആളുകളെ പെട്ടെന്ന് മാറ്റാൻ പറ്റത്തില്ല, അവർക്കൊരു ജീവിതത്തിലെ ചേഞ്ച് മാറ്റങ്ങളൊക്കെ പതുക്കെ വരത്തുള്ളൂ. അതുപോലെ ഈ കുട്ടിയുടെ കാര്യം അവർ ഒരു ഇൻഫർമേഷനും തരാതെയാണ് പറഞ്ഞേക്കുന്നത്. ആ കുട്ടിയുടെ കാര്യം എല്ലാവർക്കും അതോറിറ്റീസ് അറിയാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കമൻ്റൊക്കെ പറയുന്നവർ നോക്കി കണ്ടു പറയുക. അവർ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം, അവർ ഒരുപാട് കാട്ടിന് വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ, ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ പറ്റുന്ന പോലെ ദീപ്തി സീതത്തോടിനെ മാത്രമേ ചിലപ്പം പറ്റത്തുള്ളൂ ഈ കാര്യങ്ങളൊക്കെ ചെയ്യും. എല്ലാവർക്കും പറ്റത്തില്ല. അവർ ഈ വർക്കൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് നല്ലത്. അതൊക്കെ കാട്ടിൽ ഉള്ളവർക്ക് ഒരു സഹായമാണ് എന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ സഹായം കണ്ടിന്യൂ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്തെന്ന് പറഞ്ഞാൽ ആ കാട്ടിലെ ആളുകൾ വലിയൊരു സഹായങ്ങൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. പിന്നെ അവർ വേറെ ഒരു കാര്യം പറയുന്നുണ്ട്, ഈ കുട്ടികളുണ്ടാകുമ്പോൾ അവർക്ക് 2000 രൂപ വെച്ചെന്തോ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഒരുമിച്ച് കിട്ടുന്നുണ്ട്.
അപ്പോൾ അതുകൊണ്ടാണ് അവർ പ്രസവിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ അവർക്കൊരു തോന്നലുണ്ടായി, അങ്ങനെയും പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇതൊരു വരുമാനമാണ്, അപ്പോൾ അതുകൊണ്ടായിരിക്കും അവരിങ്ങനെ പ്രസവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാര്യം അവർ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം എന്തായാലും അവരെ ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ്. അവർക്ക് തന്നെ അറിയാം പെട്ടെന്ന് ഒരു ചേഞ്ച് ഒന്നും വരാൻ പോകത്തില്ല. ഇതിങ്ങനെ കുറേ നാൾ കഴിയുമ്പം ചിലപ്പോൾ ഒരു മാറ്റം വന്നേക്കാം. അതുപോലെ കുറേ പേര് പറയുന്നുണ്ട് ഇവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നില്ല, അവിടെയുള്ളവർക്ക് കാര്യം പറഞ്ഞു കൊടുക്കുന്നില്ല, ഇവരെ അവർക്ക് സാധനം കൊണ്ടുപോയി മടിയരാക്കുകയാണ്. പക്ഷേ നമുക്ക് ആ വീഡിയോ ഒക്കെ കാണുമ്പോൾ അവരുടെ ചാനൽ കാണുമ്പോൾ അങ്ങനെ ഒരിക്കലും തോന്നാറില്ല. നല്ലൊരു ഹെൽപ്പായിട്ടാണ് അവർ പോയി ചെയ്യുന്നതായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് പറയുന്നവരൊന്ന് നോക്കിയൊക്കെ പറയുക. അതുപോലെ അതോറിറ്റീസിനെയൊക്കെ ഈ കാര്യമൊക്കെ അതോറിറ്റീസിന് അറിയാം. അത് അവർ പറയാതെ ഇരിക്കുകയില്ല. ഒരു നല്ല സങ്കടമായിട്ടാണ് ഇപ്പം വീഡിയോയിൽ വന്നിരിക്കുന്നത്. എന്തായാലും ഈ വർക്ക് ഒരു കണ്ടിന്യൂ ചെയ്യണം, ചെയ്ത് എല്ലാവർക്കും ഇനിയും അങ്ങോട്ട് ഇതുപോലെ എല്ലാ സഹായവും ചെയ്യണമെന്നാണ്. അപ്പം അതുപോലെ അവർക്ക് ചെയ്യാൻ പറ്റട്ടെ ഉള്ള ആഗ്രഹമാണ് ഞാൻ പറയുന്നത്. എന്തെന്ന് പറഞ്ഞാൽ അവർക്ക് അവർ പറയുന്നുണ്ടല്ലോ, ഞാനിപ്പോൾ അങ്ങോട്ട് പോയില്ലെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചാലും അവർ ഇങ്ങോട്ട് വരും എന്നെ കാണാൻ. അങ്ങനെ ഞാൻ അവരെ സഹായിക്കും. അപ്പോൾ അവർക്ക് കാർഡില്ലാതെ പറ്റത്തില്ലെന്ന് നമുക്ക് തന്നെ മനസ്സിലാവും. അവരാ ഒരു നല്ല സോഷ്യൽ വർക്ക് പോലെ എല്ലാവരും സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തൊട്ട് അവർ ഗവി വരെ പറയുന്നുണ്ട്. അവരുടെ സ്ഥലം എവിടെയാണ് അവിടെ തൊട്ട് അവർ ഗവി വരെയുള്ള കാട്ടിലെ മക്കളെ സഹായിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ കണ്ടിന്യൂ ചെയ്യട്ടെ. അവർ ചെയ്യുന്നതൊക്കെ നല്ല കാര്യങ്ങളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് കമൻറ്റൊക്കെ ചെയ്യുന്നവർ ഒന്ന് നോക്കി കമൻറ്റ് ചെയ്യുക. പറയാൻ എളുപ്പമാണ്, പക്ഷെ ചെയ്യാൻ ഒരുപാട് പാടാണ്. അത് ചെയ്ത് നോക്കിയാലേ അവർക്ക് മനസ്സിലാവും. പറയുന്നവർക്ക് വെറുതെ കൊണ്ട് പറയാം, എഡ്യൂക്കേറ്റ് ചെയ്യാനും അവരെ സഹായിക്കാനും ഒക്കെ ഇവർ അവർ മടിയർ ആവുമെന്നും ഒക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷേ ചെയ്ത് നോക്കുമ്പോൾ ഓരോ കാര്യങ്ങളും നമുക്ക് പിടികിട്ടും. അതുകൊണ്ട് ഒന്ന് നോക്കിയിട്ട് ഒക്കെ എല്ലാവരെയും പറ്റി പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ദീപ്തി സീതത്തോട് ഇന്നും കാർഡിന് വേണ്ടി അവർക്ക് ഓരോ സഹായങ്ങളും ഇന്നും അങ്ങോട്ടൊക്കെ ചെയ്യാൻ പറ്റട്ടെ. ഈ പറയുന്നവർക്ക് പറയാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ പാടുകൾ അറിയാൻ പറ്റും. എന്തായാലും അവരെ മനസ്സിന് കാർഡിൻ്റെ പക്കൊക്കെ ഇങ്ങനെ സഹായിച്ചതിന് അവരെ നമ്മൾ നല്ലത് പറഞ്ഞേ മതിയാവുള്ളൂ. അവരെ പറ്റി കുറ്റം പറയുന്നവർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷേ അവരുടെ ആ മനസ്സ് അത് നമ്മൾ കാണണം. അവരെന്താണ് ചെയ്തത് അത് നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും അവരിന്നും കണ്ട മക്കളെ സേവിക്കട്ടെ, സേവ ചെയ്യട്ടെ, നല്ലത് ചെയ്യട്ടെ. ഈ ചാനൽ എല്ലാവരും സപ്പോർട്ട് ആവശ്യമുണ്ട്. ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.